നമസ്കാരം, സ്വാഗതം. താങ്ക് യു. മുകേഷ് ഏട്ടൻ ഒരു പരിപാടിയിൽ ഒപ്പമെത്തുമ്പോൾ വലിയ സന്തോഷമാണ്. ഈ ഒരു പരിപാടി തുടങ്ങുന്ന സമയത്ത് ഇത്തരത്തിലൊരു ആശയം മുന്നിലേക്ക് വെക്കുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചു, ആ കാലഘട്ടത്തിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഏത് നടനെ പറ്റി ചോദിച്ചാലും ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാനും ഓർമ്മകൾ പറയാനും എല്ലാം ഉള്ള ഒരാൾ തന്നെയാണ് മുകേഷ് ഏട്ടൻ എന്ന് പറയുന്നത്. എന്നാലും ഒരുപക്ഷെ യാദൃശികമായിരിക്കാം ഇന്നസെന്റ് ഏട്ടനെ പോലെ ഒരാളെ കുറിച്ച് ഓർക്കുന്ന അവസരത്തിൽ മുകേഷ് ഏട്ടനെ നമുക്ക് ലഭിച്ചത്. രാഷ്ട്രീയത്തിൽ ഒന്നിച്ച് ഉണ്ട്, സിനിമയിൽ എത്രയോ നാള് ഒന്നിച്ചുണ്ട്. ഞാനിപ്പോൾ ആമുഖത്തിൽ ഇങ്ങനെ പ്ലാന്റ് ഒന്നുമല്ല, ആമുഖത്തിൽ അറിയാതെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സിനിമയിൽ പലപ്പോഴും ഒരു കഥാപാത്രമൊക്കെ കിട്ടുമ്പം ഈ കഥാപാത്രത്തിൻ്റെ ഒരു പ്രാധാന്യവും കാര്യങ്ങളൊക്കെ എപ്പോഴും നോക്കും. ഒരുപക്ഷെ ഇന്നസെന്റ് ഏട്ടൻ ഒരുപാട് നാളത്തെ സിനിമാ അനുഭവങ്ങളുണ്ടെങ്കിലും ഇന്നസെന്റ് ഏട്ടൻ ടൈറ്റിൽ റോളിൽ വരുന്ന സിനിമയിൽ അന്ന് വളരെ തിരക്കുള്ള സൂപ്പർ ഹിറ്റായ ഒരുപാട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിലും മുകേഷ് ഏട്ടൻ ടൈറ്റിൽ റോളല്ലാത്തൊരു സഹവേഷം ചെയ്തു. അത് സംശയിച്ചിട്ടുണ്ടോ ആ സമയത്ത്? ഇല്ല, അങ്ങനെ ഒരു ഉള്ളിലുള്ള ഒരു മത്സരം ഇല്ലല്ലോ. സിനിമയുടെ ഗംഭീരമായിട്ടുള്ള വിജയവും അതിനപ്പുറം നമ്മൾക്കൊക്കെ രഹസ്യമാക്കി വെക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത്രയും ദിവസം ഇവരുമായിട്ടൊക്കെ സഹകരിച്ച് സന്തോഷമായിട്ട് കഴിയാമല്ലോ എന്നുള്ളതാണ്. ഇപ്പം റാംജി റാവു സ്പീക്കിങ്ങിൽ ടൈറ്റിൽ റോളല്ല, മാന്നാർ മത്തായിൽ ടൈറ്റിൽ റോളാണ്. അതെ. എന്നാൽ പ്രധാനപ്പെട്ട റോള് തന്നെയാണ് ബാലകൃഷ്ണനും ഒക്കെ. അതെ. മറ്റേ അടുത്ത ഭാഗം എടുത്തപ്പോഴും പ്രധാനപ്പെട്ട റോള് തന്നെയാണ്. മാന്നാർ മത്തായി 2 എടുത്തിട്ടുണ്ട്. അതേപോലെ ഗജകേസരി യോഗം അദ്ദേഹമാണ് മെയിൻ റോളെങ്കിലും വളരെ പ്രാധാന്യമുള്ള ഒരു റോളാണ്. അപ്പൊ ഇന്നസെന്റ് ഏട്ടനാണെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. നമുക്കും അതിനകത്ത് കാണും ഈ 2 ഹീറോസൊക്കെ വരുമ്പോഴാണ്, 3 ഹീറോസൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ റോൾ എന്താണ്, ഇവൻ ചൗക്കുറ്റിക്ക് അടിക്കുന്ന രംഗമുണ്ടോ, ഇറങ്ങി പോടാ എന്ന് പറയുന്ന രംഗമുണ്ടോ, അതെല്ലാം നമ്മൾ. ഇന്നസെന്റ് ഏട്ടൻ പറയുമ്പോഴേ നിങ്ങളെല്ലാം കൊണ്ട് നിങ്ങളൊക്കെ എത്ര തവണ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നുണ്ട്, എത്ര തവണ തിരിച്ചു കയറ്റുന്നുണ്ട്. അതിനകത്തുണ്ടായിരുന്ന ഒരു സൗഹൃദം കാലങ്ങൾക്ക് ഇപ്പുറവും തോന്നും. കാരണം ഇന്നസെന്റ് ഏട്ടൻ ഈ മാന്നാർ മത്തായി എന്ന കഥാപാത്രം ചെയ്യുകയും അത് വളരെ പോപ്പുലർ ആകുകയും ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്നു ഈ രജനീകാന്തിനൊക്കെ അങ്ങനെ പറ്റും. ടൈറ്റിൽ ക്യാരക്ടറുകൾ ഒരുപാട് ചെയ്യാൻ പറ്റും. പാവം അയ്യോ അച്ഛൻ, ഇഞ്ചക്കാടൻ മത്തായി ആൻഡ് സൺസ്, അർജുനൻ പിള്ളയും 5 മക്കളും, സാക്ഷാൽ ശ്രീമാൻ, ചാത്തുണ്ണി, ഞാനീ പറഞ്ഞ എല്ലാ സിനിമകളിലും ടൈറ്റിൽ റോളിലാണ് ഇന്നസെന്റ് ഏട്ടൻ വന്നിട്ടുള്ളത്. ഒരുപക്ഷെ അതിന്റെ ഒരു തുടക്കം വെച്ച സിനിമയാണ് ഈ സിനിമ. ഞാൻ കേട്ടിട്ടുണ്ട് ആ സിനിമ അഭിനയിക്കണോ വേണ്ടയോ എന്ന് ഇന്നസെന്റ് ഏട്ടൻ സംശയിച്ചിട്ടുള്ള സന്ദർഭങ്ങൾ. അത് ഞാൻ പല സന്ദർഭങ്ങളിലും അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നസെന്റ് ഏട്ടൻ്റെ ഒരു എപ്പിസോഡ് ആകുമ്പോഴത്തേക്ക് അത് പറഞ്ഞിരിക്കണം. അപ്പോൾ ഒരു ദിവസം ഇത് കണക്ക് സിദ്ദിഖ് ലാൽ കുറേ നാൾ മാറ്റി വെച്ച നായക പ്രശ്നത്തിന് പുറത്ത് സായികുമാർ എടുത്ത ബാലകൃഷ്ണന് വേണ്ടി പല സന്ദർഭങ്ങളിലുമൊക്കെ മാറ്റി വെച്ചിട്ട് എന്നെ ആദ്യം തന്നെ ഫിക്സ് ചെയ്തു. ഇന്നസെന്റ് ഏട്ടനെയും ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കഥ പറയുമ്പോഴെല്ലാം ഇന്നസെന്റ് പറയുന്ന ഡയലോഗ് അദ്ദേഹം പറയുന്നത് പോലെയുള്ള അദ്ദേഹത്തിന്റെ സ്ലാങ്ങിലാണ് ഇവർ എഴുതി വെച്ചിരിക്കുന്നത്. ഒരു ദിവസം എൻ്റെ അടുത്ത് സിദ്ദിഖ് ലാൽ പറഞ്ഞു, നമുക്കൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഞാൻ എന്താണ്? ഇന്നസെന്റ് ഏട്ടൻ വേറെ ആരുടെയോ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിച്ചു പോയി. നമ്മളിപ്പോൾ ആ ദിവസമാണ് വെച്ചിരിക്കുന്നത്, ഇനി മാറ്റാൻ പറ്റത്തില്ല. ജോഷി സാറിന്റെ പടമാണ്. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ അല്ല, അത് അവര് സമ്മതിക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനാന്ന് പറഞ്ഞ് ഞാൻ വേറൊരു നടനെ വെച്ച് എഴുതി തുടങ്ങി. ഇവര് അദ്ദേഹത്തിന്റെ സ്ലാങ്ങിൽ മദ്രാസിൽ വെച്ചിട്ട് ബൈ ചാൻസിൽ അദ്ദേഹം എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നപ്പം ഞാൻ പറഞ്ഞു, ചേട്ടൻ ഇങ്ങനെ റാംജി റാവു സ്പീക്കിംഗ് മാറിയടാ, പുള്ളിക്ക് അതിന്റെ സീരിയസ്നെസ് എന്ന് പറഞ്ഞിടാ. അതിനകത്ത് വേറൊരു സിനിമയിൽ അഡ്വാൻസ് മേടിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടൻ്റെ റോൾ ഒന്ന് കേൾക്ക് എന്ന് പറഞ്ഞിട്ട് ഇവരെൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ അതേ സ്ലാങ്ങിലൊക്കെ ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു. അയ്യോ, ഇത് ഗംഭീര റോളാന്നല്ലോ. ഞാൻ പറയും, ഇത് ലൈഫ് ടൈം റോളെന്ന് പറയും. ഇതിന്റെ ചേട്ടന്റെ തലവരെ മാറുന്ന റോളാണ്. അപ്പൊ അവിടെ ഇരുന്നുകൊണ്ട് പുള്ളി എന്തൊക്കെയോ ജോഷിയേട്ടനെയൊക്കെ വിളിച്ചിട്ട് ജോഷിയേട്ടൻ പറഞ്ഞ് ചെയ്തോടാന്ന് പറഞ്ഞു കാണും. അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ചെയ്യാടാ. ഞാൻ പറഞ്ഞു, ഇവിടെ നിന്ന് വിളി, നിങ്ങളെയൊന്നും പറയാനൊക്കത്തില്ല, അടുത്ത അഡ്വാൻസ് മേടിച്ചോണ്ട് വേറെ വീണ്ടും തരികിടെ വരും. അവിടെ നിന്നുണ്ട്. അന്ന് STD ആണ്. വിളിച്ചിട്ട് പാച്ചിക്കാന്ന് പ്രൊഡ്യൂസറാ. അപ്പം പുള്ളിയെടുത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ മുകേഷ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇന്നസെന്റ്, അയ്യോ നമ്മൾ എന്ത് ചെയ്യാനൊക്കും, പുള്ളിക്കത് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഒരാളുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാൻ പറഞ്ഞു, ഞാൻ ഇന്നസെന്റാണ്, ഞാനത് ചെയ്യാൻ കേട്ടോ. അവിടെ വെച്ചിട്ടാണ് മാന്നാർ മത്തായി എന്ന് പറഞ്ഞ ചരിത്രപ്രധാനമായ മലയാള സിനിമയുടെ വഴിത്തിരിവായ റാംജി റാവു സ്പീക്കിങ്ങിൽ ചേട്ടൻ വരുന്നത്.
ഞാൻ കേട്ടിട്ടുള്ളത് ആദ്യമായിട്ട് തിയേറ്ററിൽ ആ സിനിമ കണ്ട ശേഷം കണ്ണു നിറഞ്ഞാണ് ഇന്നസെന്റ് നേരിടുന്നത്. കാരണം ആ ഹീറോ ക്യാരക്ടറിന് അത്രയും ക്ലാപ്സ് കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടായത്. നമ്മളിപ്പോ ഇതുപോലൊരു ഓണക്കാലത്ത് ഓർക്കുമ്പം, ഒരു ഓണക്കാലത്ത് ഓഗസ്റ്റ് മാസത്തിലാണ് ആ സിനിമ റിലീസായതും അത്ര ജനകീയമായതും എല്ലാം. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ സംസാരിക്കാം. മുകേഷ് ചേട്ടാ ഇരിക്കും. മുകേഷ് ചേട്ടാ, ഈ കഥകൾ കാര്യങ്ങളൊക്കെ ഓർത്തു പറയുന്നതിലും ഒരു കാലഘട്ടം മുഴുവൻ ഒരു സിനിമ പോലെ പറയുന്നതിലൊക്കെ മുകേഷ് ചേട്ടൻ അതിവിദഗ്ധനാണ്. ഈ ഇന്നസെന്റ് ഏട്ടനെ ആദ്യമായിട്ട് കണ്ടത് ഓർമ്മയുണ്ടോ? അതോ ഇന്നസെന്റ് ഏട്ടനെ ഓർമ്മയിൽ പതിഞ്ഞ കാഴ്ച ഏതാണ്? ഇന്നസെന്റ് ഏട്ടൻ അങ്ങനെ ഒരു തമാശക്കാരനായിട്ടുള്ള ഇത്രയും തമാശ അദ്ദേഹത്തിന് ഉണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാൻ എൻ്റെ തുടക്കകാലമാണ്, രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സിനിമ തിരുവനന്തപുരത്ത് കീർത്തി ഹോട്ടലിലാണ് അന്ന് സിനിമാക്കാരുടെയൊക്കെ ഒരു സങ്കേതം. വലിയ കോസ്റ്റ്ലി അല്ല, അതിൻ്റെ മുകളിൽ വേറെ ഹോട്ടൽസൊക്കെ ഉണ്ട്. ചിലരൊക്കെ വലിയ വലിയ ആൾക്കാരൊക്കെ അവിടെ താമസിക്കും. ഇടത്തരം നമ്മളെ പോലുള്ള ബിഗിനേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ AC ഒന്നും ഇല്ല കേട്ടോ, ഒരു റൂമിൽ 2 പേര്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം പ്രൊഡ്യൂസറാണ്. ഇദ്ദേഹം ഇങ്ങനെ വന്നിട്ട് ഇദ്ദേഹം എൻ്റെ അച്ഛനെയൊക്കെ നല്ലപോലെ അറിയാം. അച്ഛൻ്റെ നാടകം കാണാൻ പോയ കഥകളൊക്കെ പിന്നെ പിൽക്കാലത്താണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം എന്നെ കണ്ടപ്പോഴത്തേക്കും മനസ്സിലായി. ഞാൻ പറഞ്ഞു നമസ്കാരം. അപ്പോൾ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് ബഹുമാനിച്ചു, സോറി. നമ്മൾ നമസ്കാരം. അപ്പം പുള്ളിയുടെ ഏതോ ഒരു സിനിമയുടെ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്കോ മറ്റോ ആണെന്ന് തോന്നുന്നു, അതോ ഇനി അതിന് മുമ്പുള്ളതെന്ന് അറിഞ്ഞൂടാ. പുള്ളി അതിൻ്റെ ബാക്കിയുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ജുബൊക്കെ ഇട്ടിട്ട് പുള്ളിയും കുറച്ച് പ്രൊഡ്യൂസർഷിപ്പ് ചെയ്ത ചെറുതായിട്ട് പിന്നെ എവിടെ എന്ന് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ജാടയിലാണ് പുള്ളി ആദ്യത്തെ ഒരു ഇമേജ് എൻ്റെ മനസ്സിൽ വരുന്നത്. പിന്നീട് എല്ലാം ഓക്കെ ആയി. അവിടെ തൊട്ട് ഒരുപാട് കാലങ്ങൾ, എത്രയോ സിനിമകൾ അല്ലേ. മുകേഷ് ചേട്ടൻ MLA ആകുന്നതിന് മുമ്പ് ഇന്നസെന്റ് ചേട്ടൻ MP ആയിട്ടുണ്ട്. അപ്പൊ മുകേഷ് ചേട്ടൻ ഒരു MLA ഓഫർ വരികയാണ്. വിളിക്കോ, സംശയം ചോദിക്കോ, അഭിപ്രായം ചോദിക്കോ, എന്തെങ്കിലും ചെയ്തായിരുന്നോ? അല്ല, ഇദ്ദേഹം MP ആയിട്ട് നിന്ന് വലിയ നേതാവിനെയാണ് തോൽപ്പിച്ചത്. അതെ, അങ്ങനെ വലിയ ഒരു പ്രതീക്ഷയില്ല. അത് ഒരു UDF-ന്റെ കോട്ടമണ്ഡലമാണ്. അപ്പം അദ്ദേഹം ജയിച്ചതിന് ശേഷം എന്നെ കണ്ടപ്പം പറഞ്ഞു, ഇതൊരു തുടക്കാടാ, ഇനി പല ആൾക്കാരും രാഷ്ട്രീയത്തിലേക്ക് വരും. അത് എന്നെ ഉദ്ദേശിച്ചിട്ടാണ് കൂടുതലായിട്ട് പറഞ്ഞത്. പക്ഷെ അന്ന് പറഞ്ഞില്ല. പിന്നീട് ബൈ ചാൻസിൽ ഞാൻ സ്ഥാനാർത്ഥിയായി. ഇദ്ദേഹം എൻ്റെ ഇലക്ഷൻ പ്രചരണത്തിന് വന്ന്. അപ്പം ആ സമയത്ത് ഇങ്ങനെ ഒരു സിനിമാ നടൻ എന്നുള്ള നിലയിലായിരിക്കും കൂടുതൽ. എവിടെ ചെന്നാലും ഭയങ്കരമായ ആവേശവും ആൾക്കാർ കയ്യാണിപ്പും ഫോട്ടോ എടുപ്പും പിന്നെ അതെല്ലാം തന്നെ എതിർകക്ഷികൾ പറഞ്ഞുണ്ടാക്കി. ഇതൊന്നും വോട്ടാവത്തില്ല, ഇതെല്ലാം സിനിമാക്കാരൻ എന്നുള്ള ആവേശമാണ്. എനിക്ക് കൺഫ്യൂഷനായി. എടാ, ഇത് സത്യമായിരിക്കും. അപ്പോഴാണ് ഇന്നസെന്റ് ഏട്ടൻ വന്നത്. ഇന്നസെന്റ് ഏട്ടൻ വന്നിട്ട് ഒരു ബീച്ച് ഭാഗത്താണ് വലിയ 2 സിനിമാക്കാർ വന്നു. വലിയ ആൾക്കൂട്ടമൊക്കെ വന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്തിരുന്നപ്പം ഞാൻ പറഞ്ഞു, എങ്ങനെയുണ്ട് ഇതൊക്കെ? ഞാൻ പറഞ്ഞു, ചേട്ടാ ഇങ്ങനൊരു സംഭവമുണ്ട്, ഇതൊക്കെ വോട്ടാകുമോ? ചേട്ടൻ്റെ ഇത് അനുഭവത്തിൽ എങ്ങനെയാണിത് ചേട്ടൻ വിലയിരുത്തുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ അടുത്തും ആൾക്കാരെല്ലാവരും പറഞ്ഞടാ ആദ്യം ഇങ്ങനെ ഇത് സിനിമയുടെ ആവേശമാണെന്ന്. പക്ഷെ നമ്മളവരെ സൂക്ഷിച്ചു നോക്കണം. സിനിമയുടെ ആവേശമാണെങ്കിൽ, റിയൽ വോട്ടേഴ്സ് ആണെങ്കിൽ കണ്ണിലൊരു തിളക്കവും ഒരു ശക്തിയും ജയിപ്പിക്കും. അത് വോട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ ഇരുന്നുകൊണ്ട് ഒന്ന് നോക്കിയിട്ട് ഒന്ന് വിലയിരുത്ത്. അപ്പൊ പുള്ളി ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് പലരും ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞു, 75% വോട്ടാടാ, 25 ഉള്ളു സിനിമ. സത്യമായി. ഇപ്പോഴ് ഞാൻ എപ്പോഴും പറയുന്നത്, ഈ ഇലക്ഷൻ പ്രചരണത്തിന് ഞാൻ പറയുന്നത്, ഇങ്ങനെ ആവേശമൊക്കെ പണ്ട് പറഞ്ഞിരുന്നു സിനിമയ്ക്കാന്ന്, ഇതൊന്നും അല്ല, തെളിഞ്ഞ് 2 പ്രാവശ്യം എന്ന് പറയുന്ന ഒരു സാഹചര്യം ചേട്ടനിൽ നിന്നാണ് ആ കോൺഫിഡൻസ് ഉണ്ടായത്. അപ്പോൾ ഇന്നസെന്റ് ചേട്ടൻ്റെ ഇങ്ങനെ ഒരു പ്രോഗ്രാം വരുമ്പം നമ്മൾ തുടങ്ങേണ്ടതെന്ന് പറഞ്ഞാൽ, എനിക്ക് എൻ്റെ ജീവിതത്തിലൊരു വലിയ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ അതിജീവിക്കാൻ പ്രയാസപ്പെട്ട ഒരു കാലഘട്ടമാണ് അദ്ദേഹത്തിൻ്റെ മരിച്ചതിന് ശേഷമുള്ളത്. വേറൊന്നുമല്ല, ഒരുപാട് സ്ഥലത്ത് എല്ലാവർക്കും ഇദ്ദേഹത്തിന് ഇഷ്ടമാണ്. ഒരു തമാശ റോളെടുക്കുന്ന ഒരാൾക്ക് കൂടുതൽ ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അനുസ്മരണ യോഗങ്ങളിലെല്ലാം എന്നെ വിളിക്കും.
ഞാൻ അവിടെ ചെന്നിട്ട് മരിച്ചതിന് ശേഷമുള്ളതാണ് ആ ആ സംഭവം. അവിടെ ചെന്നപ്പോഴാണ് ആദ്യമൊക്കെ എനിക്ക് മനസ്സിലായത്, നമ്മൾ ഇദ്ദേഹത്തെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അത് തമാശയാണ്. അങ്ങനൊരു അനുസ്മരണം നമ്മുടെ ജീവിതത്തിലില്ല. അനുസ്മരിക്കുക എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ എല്ലാവരും ദുഃഖമയമായിരിക്കും. നമ്മളിലുള്ള ഒരാളിനെ വിട്ടുപോയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചെയ്ത ചെയ്തികൾ, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ എന്താ പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും വിഷമവും നമുക്കും വിഷമവും. അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലാണ് മരണം കഴിഞ്ഞത്. അതെ, എല്ലാം അങ്ങനെ തന്നെയാണ്. നേരെ ഓപ്പോസിറ്റാണ്. ആ